ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഖേദം വന്നിട്ടുണ്ടോ? ഇനി റബ്ബേ നഷ്ടപ്പെടുത്തില്ല എന്ന തീരുമാനമുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും അത് പ്രശ്നമാക്കാതെയാണോ മുന്നോട്ട് പോകുന്നത്? എങ്ങനെ പറയും ഞാനൊരു മുസ്ലിമാണ്? എങ്ങനെ പറയും ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവനാണ്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനാണ്, മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നവനാണ്? പറയാനൊക്കുമോ? മനസ്സ് സമ്മതിക്കുമോ? പോക്കുകൾ വേണ്ടിവരും. നേരം പോക്കിന് വേണ്ടി ദിക്റുകൾ ചൊല്ലാം, സ്വലാത്തുകൾ ചൊല്ലാം, മൗലിദുകൾ ഓതാം, മാലകൾ പാടാം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. എന്നാൽ ആ നല്ല കാര്യങ്ങൾ കുട്ടിയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നത് ഗർഭിണികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കൾ നന്നാവാൻ, മക്കൾ ഉണ്ടാവാനും, മക്കൾ സ്വാലിഹാവാനും, ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കാനും അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കണം. ബുദ്ധിമുട്ടുകളാണ്, എപ്പോഴും ഹോസ്പിറ്റൽ കേസാണ്. എന്നാൽ ചിന്തിക്കേണ്ടത്, അള്ളാഹുവേ എന്നെ കൊണ്ട് ഇതാണ് നിനക്കിഷ്ടമെങ്കിൽ എനിക്കും ഇത് തന്നെയാണ് ഇഷ്ടം. നേരെ ഓപ്പോസിറ്റ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വെറുതെ 5 സെൻറ്റ് വാങ്ങിയാൽ പിറ്റാൻ തന്നെ അത് കച്ചവടമാവും. ഏത് വിറ്റാൻ പോകാത്ത മുതലും ഓൻ വാങ്ങിയാൽ വേഗം കച്ചവടമാവും. വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവേ എന്തിനാണ് നീ എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ തരുന്നത്? എവിടെയാണ് നീ എന്നെ ബുദ്ധിമുട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിൽ പേടി. അപ്പം രണ്ടിലും പേടി, രണ്ടിലും പ്രതീക്ഷ. തന്നാലും പരീക്ഷണമാണ്, തന്നില്ലെങ്കിലും പരീക്ഷണമാണ്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് രണ്ടും ഒരുപോലെ. ഏറ്റ് വാപ്പ ഒന്ന് ഒരുങ്ങി കുട്ടിയുടെ കയ്യും പിടിച്ച് മദ്രസയിൽ കൊണ്ടാക്കി, മദ്രസ വിടുന്ന സമയത്ത് കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് ചെന്ന്, ഒരുപാട് ദിവസം വേണ്ട, കുറഞ്ഞ ദിവസങ്ങൾ ഇത് ചെയ്താൽ കുട്ടി ജീവിതകാലം മുഴുവനും വാപ്പ പണ്ട് മദ്രസയെ കൊണ്ടാക്കിയതിനെ ഓർത്തുകൊണ്ടിരിക്കും. അതിന് പകരം രക്ഷിതാവ് ഇതിലൊരു താല്പര്യം കാണിക്കുകയും ഈ രക്ഷിതാവിന് താല്പര്യമുണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം ഞാൻ സ്കൂൾ നടത്തുന്നുണ്ട്, എൻ്റെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവരുടെ ഫീസ്, ഞാൻ സ്കൂളിൽ പല സമയത്തും ചെല്ലാറുണ്ട്, ഞാൻ അവരുടെ ഫീസ് അടക്കാറില്ല. ഫീസ് കുട്ടികളുടെ കൈവശം കൊടുത്തേക്കും. ഞാനാണ് അവരെ പഠിപ്പിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന മനസ്സ് വിദ്യാഭ്യാസം നൽകുന്നവനെ അംഗീകരിക്കുന്ന മനസ്സാണ്. വാപ്പാനെ അംഗീകരിക്കാത്ത കുട്ടി മാഷ അംഗീകരിക്കുന്നതിൻ്റെ കാരണം ഒരാൾ വിദ്യാഭ്യാസം നൽകുന്നു, ഒരാൾ വിദ്യാഭ്യാസം നൽകുന്നില്ല എന്നതാണ്. അടിമകളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു പ്രകാശമാണ് ഇൽമ്. അൽ ഇൽമു നൂറുല്ലാഹി ഹഖ. ഇൽമ്, അറിവ്, അത് അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേക വെളിച്ചമാണ്. ആ വെളിച്ചം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ പരിധിയില്ലാതെ, ഹദ്ദില്ലാതെ, ലിമിറ്റ് ഇല്ലാതെ അല്ലാഹു അങ്ങ് കൊടുത്തപ്പോൾ ഉതീതു ഖദാഇന السماوات والارض فوضعت في يدي. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ അറിവുകളും എനിക്ക് നൽകപ്പെട്ടു. ഫവളിഅത് ഫീ യദി, അതെൻ്റെ കയ്യിൽ വെക്കപ്പെട്ടതുപോലെ നൽകപ്പെട്ടു.